ഹലോ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നമ്പർ പാറ്റേൺ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ പാറ്റേൺ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കാണുന്നതല്ല അതിൻ്റെ യഥാർത്ഥ പാറ്റേൺ. ഓക്കെ, അപ്പോൾ അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഉള്ള ഒരു റിലേറ്റീവ് റോ എന്ന് പറയുന്ന ഒരു പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്, ആദ്യത്തെ 4 റോസിലായിട്ട് ഞാൻ എന്ത് ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലൂ കളറിലാണ്. അപ്പോൾ ഫസ്റ്റത്തേൻ്റെ ഒരു മിററായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെക്കൻഡ് പാർട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് 1 2 3 4 വരും, അവിടുന്ന് എന്ത് ചെയ്യുക, പിന്നെ ഡിക്രിമെൻ്റ് ആയിട്ട് താഴോട്ട് പ്രിൻറ്റ് ചെയ്യിക്കുകയാണ് 3 2 1. ഓക്കെ, ഇങ്ങനെ നമ്മൾ ആദ്യം പ്രിൻറ്റ് ചെയ്യിക്കും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ട്, നമുക്ക് റിലേറ്റീവ് കോളം കൂടി നമ്മൾ കണ്ടുപിടിക്കും. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കൂ. 1 2 3 4 ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, അതായത് കോളങ്ങളിലായിട്ടാണ് റിലേറ്റീവ് കോൾ, കണ്ടോ, ആ ഒരു നെയിം വെച്ചിട്ട് എന്ത് ചെയ്യുക, 1 2 3 4 അങ്ങോട്ട് പ്രിൻറ്റ് ചെയ്യിച്ച് അതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ ഡിക്രിമെൻ്റ് ആവുന്ന രീതിയിൽ 3 2 1 ആ ഒരു രീതിയിൽ നമ്മൾ പാറ്റേൺ പ്രിൻറ്റ് ചെയ്യിക്കും. ഇപ്പോൾ ഇത് രണ്ടും പ്രിൻറ്റ് ചെയ്യിക്കുന്നത് എങ്ങനെയെന്ന് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാം. എന്നിട്ട് ഇത് രണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു രീതിയിലുള്ള പാറ്റേൺ പ്രിൻറ്റ് ചെയ്യിക്കാം. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഓക്കെ സോറി ഇതാ ഇവിടെ കണ്ടോ 1, അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഔട്ടർ മൊത്തം കംപ്ലീറ്റ് എന്താണ് 1 ആണ്, പിന്നെ അതിൻ്റെ ഇന്നറിൽ വരുന്നത് 2, പിന്നെ അത് കഴിഞ്ഞാൽ 3, പിന്നെ ഏറ്റവും സെൻറ്ററിലായിട്ട് 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺ പ്രിൻറ്റ് ചെയ്യിക്കുന്നത് ഏത് വെച്ചിട്ടാണ്, മുകളിലുള്ള 2 എന്താണ് മിറർ പാറ്റേൺസിൻ്റെ ലോജിക്ക് വെച്ചിട്ടാണ്, അതിൽ നിന്ന് കണ്ടുപിടിച്ചാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പാറ്റേൺ പ്രിൻറ്റ് ചെയ്യിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ വേറെ രീതിയിൽ പ്രിൻറ്റ് ചെയ്യിക്കുന്നുണ്ട്. നേരെ നമുക്ക് ഫസ്റ്റ് എന്തായിരുന്നു 4 ആയിരുന്നു സെൻറ്ററിൽ വന്നത്, ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ, 4 ഏറ്റവും ഔട്ടറിലായിട്ട് വരുന്നു, പിന്നെ അതിന് 3, പിന്നെ അത് കഴിഞ്ഞ് 2, പിന്നെ 1 എത്തുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പാറ്റേണിനെ മാറ്റും. അപ്പോൾ അതെങ്ങനെയാണ് പ്രോഗ്രാമിൽ വരുന്നത് എന്നൊക്കെ ഞാൻ എന്ത് ചെയ്ത് തരാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നേരെ പ്രോഗ്രാമിലോട്ട് പോകാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഫസ്റ്റ് മുതൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് കോഡും കാര്യങ്ങളും ഞാനൊന്ന് എഴുതിയിട്ട് അതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ടത്, യൂസറിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്യാം. ഏതൊക്കെ നമ്മൾ ഇൻപുട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു വേരിയബിൾ കൊടുക്കാം, ഇൻപുട്ട് നമ്പർ. അതുപോലെ തന്നെ വേറെ ഏതാ നമുക്ക് വേരിയബിൾസ് വേണ്ടത്, ഓക്കെ, റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ജസ്റ്റ് ഡിക്ലെയർ ചെയ്യാം, പിന്നെ ആവശ്യത്തിനനുസരിച്ച് പിന്നീട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഏതാ ഇൻപുട്ട് നമ്പർ വാങ്ങണം. ഓക്കെ, പ്രിൻ്റ് എഫിൽ എന്ത് ചെയ്യാൻ, ഞാൻ എൻ്റർ ദ ഇൻപുട്ട് നമ്പർ എന്നാണ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, യൂസർ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യും. അതായത് 4 ആണോ വേണ്ടത് ഔട്ടറിൽ, അതിനുശേഷം വേറെ 5 ആണോ, എത്ര വലിയ ഇത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ നമ്പർ മേടിക്കുന്നത്. പിന്നെ സ്കാനഫിൽ എന്ത് ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് %d കോമ അതുപോലെ ആംബ്രസൻ ഏത് വേരിയബിളിലോട്ടാണ് നമുക്ക് വെക്കാൻ പറ്റും, സ്കാനഫിൽ ഇൻപുട്ട്. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് തന്നെ വെക്കാം. ഓക്കെ, ഇൻപുട്ട് നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൽ വെച്ച്. ഓക്കെ, നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് റോസ് എത്ര എന്നപ്പോൾ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റോസ്. ഓക്കെ, നമുക്കിപ്പോൾ 4 ആണ് ഏറ്റവും ഔട്ടറിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് എത്ര ലൈനിൽ വേണം, 1 2 3 4 5 6 7. ഓക്കെ, 7 ലൈനിലായിട്ട് പ്രിൻറ്റ് ചെയ്യിക്കണം, എങ്കിലേ നമുക്ക് 4 ഏറ്റവും ഔട്ടറിലായിട്ട് വരുന്ന രീതിയിൽ പ്രിൻറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 7 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻപുട്ട് നമ്പർ ഒരാൾ 4 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു ഇൻപുട്ട് നമ്പർ എന്ന് പറയുമ്പോൾ പക്ഷേ നമുക്ക് 7 കിട്ടില്ല. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, 8 ആണ് കിട്ടുക. ഓക്കെ, ഇൻപുട്ട് നമ്പർ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, -1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 7 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് റോസ് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ 2 വേരിയബിൾസ് ഐയും അതുപോലെ തന്നെ ജെയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2 ലൂപ്പ്, നമ്മൾ വെറും 2 ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ലൂപ്പിന് വേണ്ടിയിട്ട് 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത്, ഇനി ഐ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ഐ ഞാനിവിടെ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ISN 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ ലെസ് ദാൻ ഏത് വരെ ആയിരിക്കും, അപ്പോൾ ഐ ലെസ് ദാൻ. ഓക്കെ, ഇവിടെ ഐ ലെസ് ദാൻ വരെയല്ല, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോസ്. നെക്സ്റ്റ് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്യുക.
ഓക്കെ. അപ്പോൾ 1 മുതൽ നമ്മൾ 0യിൽ നിന്ന് തുടങ്ങുന്ന അല്ലാത്തതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമുക്കൊരു ഇന്നർ ഫോർ ലൂപ്പ് കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇന്നർ ഫോർ ലൂപ്പ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇൻറ്റ് നമുക്ക് ഏതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു വേരിയബിൾ ഇൻറ്റ് റിലേറ്റീവ് റോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് ഞാനിവിടെ കൊടുക്കാൻ പോകണേ. ഓക്കെ, ഇതാ റോ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇൻറ്റ് റിലേറ്റീവ് റോ എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ കൊടുത്തു. ആ വേരിയബിളിൽ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഐ ആയിട്ട് അതിൻ്റെ വാല്യൂ എടുത്ത്. ഓക്കെ, ഇപ്പോൾ ഐ ആയിട്ട് നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഓക്കെ, പ്രിൻ്റ് എഫിൽ ഈ ഒരു ജസ്റ്റ് ഞാൻ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. %d എന്ന് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഓക്കെ, റിലേറ്റീവ് റോ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഐ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും, സെയിം ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അതായത് 1 മുതൽ 7 വരെ പ്രിൻ്റ് ആവും. ഓക്കെ ഓക്കെ, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ എന്താവും, ഓക്കെ, ഇവിടെ എവിടെയാണ് ഇൻപുട്ട് നമ്പർ എന്ന് പറഞ്ഞ ഇവിടെ. ഓക്കെ, NUB മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റർ ദ ഇൻപുട്ട് നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് 4 കൊടുക്കാം. 4 കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ്, 1 2 3 4 5 6 7 വരെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ, ഇപ്പോൾ നമ്മൾ റിലേറ്റീവ് റോ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഐ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ അത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഓക്കെ, ഇത് മാറ്റിയിട്ട് ഇതിനെ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാം. ഇഫ്, അതായത് ആ ഒരു കണ്ടീഷനിൽ ഞാൻ കൊടുക്കുന്നത് ഐൻ്റെ വാല്യൂ എന്താവും, ഐ ഗ്രേറ്റർ ദാൻ ഏതിന്, ഇൻപുട്ട് നമ്പറിന്. ഓക്കെ, ഇൻപുട്ട് നമ്പർ 4 ആണെന്ന് മനസ്സിലാക്കണം. ഇൻപുട്ട് നമ്പർ നമ്മൾ ഏതാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. ഓക്കെ ഓക്കെ, ഇൻപുട്ട് നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ റിലേറ്റീവ് റോൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, റിലേറ്റീവ് റോ. ഓക്കെ, റിലേറ്റീവ് റോ അസൈൻ ഏതാക്കും. ഓക്കെ, നമുക്ക് അതിൻ്റെ വാല്യൂ ഞാൻ മാറ്റാൻ പോടെ. ഏതാ, നമുക്ക് മിറർ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. റോസിൽ നിന്ന് എന്ത് ചെയ്യുക, റോസിൽ നിന്ന് ഐ മൈനസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിലേറ്റീവ് റോയിലുള്ള വാല്യൂ മാറിയിട്ട് ഇപ്പോൾ 1 2 3 4 5 6 7 ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇനി വരുമ്പോൾ നോക്കിക്കോ, റൺ ചെയ്യുമ്പോൾ 1 2 3 4 വരെ പോവും. അതിനുശേഷം അതിൻ്റെ മിറർ അതായത് 3 2 1 ആയിട്ട് പ്രിൻ്റ് ആവും. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റർ ദ ഇൻപുട്ട് നമ്പർ 4 കൊടുത്ത് എൻ്റർ ചെയ്ത് കണ്ടോ, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം എന്ത് ചെയ്തു, 3 2 1 ആയിട്ട് പ്രിൻ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ഈ ഒരു പ്രിൻ്റ് എഫിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഫോർ ലൂപ്പ് നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അവിടെ ഞാൻ എന്താ കൊടുക്കുന്നത്, ജെ എന്ന് പറയുന്ന വേരിയബിൾ ഇതുപോലെ തന്നെ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ജെ ഏത് വരെയാ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോസ് വരെ. റോസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, എങ്ങനെ കണ്ടതെന്ന് മനസ്സിലായില്ലേ. ഓക്കെ, ജെ പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ മുകളിൽ കൊടുത്തതുപോലെ തന്നെ നമുക്ക് ഇൻറ്റ്. ഓക്കെ, നമ്മളവിടെ റിലേറ്റീവ് റോ എന്നാണ് കൊടുത്തത്. ഇവിടെ നമുക്ക് റിലേറ്റീവ് കോളമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റിലേറ്റീവ് കോളം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കാം. അപ്പോൾ ഓക്കെ, റിലേറ്റീവ് കോൾ. ഓക്കെ, റിലേറ്റീവ് കോളിനെ എന്താക്കി വെക്കുന്നു, നേരത്തെ നമ്മൾ ഐനാണ് വെച്ചത്, ഇവിടെ നമ്മൾ ജെ എന്ന് പറയുന്ന വാല്യൂവിനെ വെക്കുന്നു. ഓക്കെ, ഇനി അതിനെ ഞാൻ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്ത് തരാം, ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ തൊട്ട് താഴായിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്യിക്കാം. ഓക്കെ, റോവിന് പകരം എന്ത് ചെയ്യുക, കോൾ എന്ന് പറയുന്ന വാല്യൂ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താണ്, റോ എന്നല്ല റോസ് എന്നാണ്. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എൻ്റർ ദ നമ്പർ എന്ന് പറയുന്നു, 4 കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ കാരണം എന്താണ്, നമ്മൾ ഇന്നർ ഫോർ ലൂപ്പിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല, നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് /n കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്ത്, അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി റൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യാൻ കോഡ് ചെയ്തതിന് പകരമായിട്ട്. ഓക്കെ ഓക്കെ, ഇവിടെ 4 കൊടുക്കുന്നു. ജസ്റ്റ് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യാം. ഇപ്പോൾ വന്നിട്ടുള്ള എന്താ, ജയിലുള്ള വാല്യൂം 1 മുതൽ ഏത് വരെയാണ് പോവുക, 7 വരെയാണ് പ്രിൻറ്റ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ ഇപ്പോൾ ഐൻ്റെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ എങ്ങനെ താഴോട്ട് പ്രിൻറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 5 6 7 എന്നാണ് വന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഇപ്പോൾ മിററായിട്ട് കണ്ടിട്ടില്ലേ, അത് ആ ഒരു രീതിയിൽ 4 കഴിഞ്ഞാൽ 3 2 1 വരെ പ്രിൻറ്റ് ചെയ്യിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ മുകളിൽ കൊടുത്ത അതുപോലെ സെയിം കണ്ടീഷൻ നമുക്ക് ഇവിടെയും കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഞാൻ കൊടുക്കാൻ പോവാണ്. ഇഫ് കണ്ടീഷനിൽ ചെക്ക് ചെയ്യാൻ പോവാണ്. എന്താ ചെക്ക് ചെയ്യുന്നത്? ജെൻ്റെ വാല്യൂ. ഓക്കെ, മുകളിൽ നമ്മൾ ഐൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് ഇവിടെ ജെൻ്റെ വാല്യൂ ഇൻപുട്ട് നമ്പറിനേക്കാൾ വലുതാണോ നോക്കാം. ഓക്കെ, ഇൻപുട്ട് നമ്പറിനേക്കാൾ വലുതാണോ നോക്കും. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ മാത്രം എന്ത് ചെയ്യും? റിലേറ്റീവ് കോളിൻ്റെ വാല്യൂ നമ്മൾ മാറ്റി കൊടുക്കും. ഓക്കെ, റിലേറ്റീവ് കോൾ അസൈൻ. ഓക്കെ, സോറി, റിലേറ്റീവ് കോൾ അസൈൻ എന്താണ്? ഇൻപുട്ട് നമ്പർ ഇവിടെ എന്താ മുകളിൽ നേരെ കൊടുത്ത അതുപോലത്തെ ഇക്വേഷൻ നമ്മൾ ഇവിടെയും കൊടുക്കാൻ പോവാണ്. റോസ് മൈനസ് ഐ പ്ലസ് വൺ. റോസ് മൈനസ് ഐ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ അറിയില്ലേ, കാരണം റോൻ്റെ വാല്യൂ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 2 എന്താണ് ഇൻപുട്ട് നമ്പർ -1 ആണ്, അതായത് 7 ആണ് റോൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എവിടുന്ന് മുതലേ ഈ ഒരു ഇഫ് കണ്ടീഷനകത്ത് തുടങ്ങുള്ളൂ? 5 മുതലേ തുടങ്ങുള്ളൂ. കാരണം ഇൻപുട്ട് നമ്പറിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ് വരുന്നത്. അതുവരെ ഈ ഒരു ഇഫ് കണ്ടീഷനകത്ത് കയറൂല. പിന്നെ അതിൻ്റെ വാല്യൂ 5 ആകുമ്പോഴും അതുപോലെ തന്നെ 6, 7 ഒക്കെ ആകുന്ന ടൈമിൽ മാത്രമേ ഈ ഒരു ഇഫ് കണ്ടീഷന് അകത്ത് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ റോസ് മൈനസ് എന്താണ് ഇവിടെ I+1 അല്ല J+1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ J+1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്തുള്ള ജെൻ്റെ വാല്യൂ അതിനൂടെ 1 ആഡ് ചെയ്യുക. ഓക്കെ, മൈനസ് ചെയ്തതിന് ശേഷം 1 ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 5, 6, 7 എന്ന് കിട്ടിയ സ്ഥാനത്ത് എന്ത് ചെയ്യും? നേരെ മൈനസ് ചെയ്തിട്ട് വരും. 3, 2, 1 എന്ന് വരും. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇൻപുട്ട് നമ്പറിൻ്റെ സ്പെല്ലിങ് ഓക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ഇൻപുട്ട്. ഓക്കെ, 4 എൻ്റർ ചെയ്യുന്നിട്ട്. ഓക്കെ, ഇപ്പോൾ 1, 2, 3, 4, 3, 2, 1 ഇത് നമ്മൾ എന്ത് ചെയ്താണ്? ഇവിടെ കണ്ടതാണ്. 1, 2, 3, 4 ഇത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ? 1, 2, 3, 4, 3, 2, 1 ഈ ഒരു രീതിയിലാണ്. അതിൻ്റെ മിററാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മൾ അവിടെ കാണിച്ച എല്ലാ രീതിയിലുള്ളതും നമ്മൾ എന്ത് ചെയ്യുന്ന ഇവിടെ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റിലേറ്റീവ് കോളാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ഇവിടെ കണ്ടോ? ഇത് ഏറ്റവും ഫസ്റ്റ് തന്നെ റിലേറ്റീവ് കോളല്ല, റിലേറ്റീവ് റോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് കോൾ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം റിലേറ്റീവ് റോ എന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ 4 പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, കണ്ടോ? 1, 2, 3, 4 അതുപോലെ 3, 2, 1 ആയിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ? ഈ ജസ്റ്റ് നോക്കൂ, ഈ ഒരു സെയിം ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പാറ്റേൺ ആണ് അവിടെ ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ജസ്റ്റ് വേരിയബിളിൻ്റെ നെയിം മാത്രം ഒന്ന് മാറ്റി കൊടുത്തു. ഓക്കെ, ഇപ്പോൾ മുകളിലെ പാറ്റേൺ എന്തിനാണ്, അതുപോലെ താഴെ എന്തിനാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 2 പാറ്റേൺ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യാനുണ്ട്? ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞ റിലേറ്റീവ് കോളും നമ്മൾ പ്രിൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇനി 1 ഔട്ടറിലായിട്ട് വന്നിട്ട് അതുപോലെ തന്നെ പിന്നെ 2 അതുപോലെ 3 അതുപോലെ 4 വരുന്ന രീതിയിൽ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് കണ്ടീഷന് കാര്യങ്ങളൊന്ന് കുറച്ച് ചേഞ്ചസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഇതിന് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ആവശ്യമില്ല. ഓക്കെ, പുതിയൊരു വേരിയബിൾ എടുക്കുക. ഇൻറ്റ് കെ എന്ന് പറയുന്നൊരു വേരിയബിൾ എടുക്കണം. ഓക്കെ, കെ എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂവിനെ ഞാൻ ആദ്യം എന്ത് ചെയ്യും? റിലേറ്റീവ് റോ ആയിട്ട് അസൈൻ ചെയ്യണം. ഓക്കെ, റിലേറ്റീവ് റോ ആയിട്ട് അസൈൻ ചെയ്ത്. ഓക്കെ, ഇപ്പോൾ റിലേറ്റീവ് റോ ആയിട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രിൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഒരു ലൈനിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് തൊട്ട് മുമ്പ് കമൻറ്റ് ചെയ്തില്ലേ? ഈ ഒരു സെയിം പാറ്റേൺ ആണ് ഇപ്പോൾ അവിടെ പ്രിൻ്റ് ആകുക. പക്ഷേ അത് പോരാ, നമുക്കതിനെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു കണ്ടീഷൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എന്താണ് കണ്ടീഷൻ? ഓക്കെ, ഇഫ് കണ്ടീഷനിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. റിലേറ്റീവ് റോ എന്താണ് നോക്കും? റിലേറ്റീവ് കോളത്തിലുള്ള വാല്യൂവിനേക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പ്രിൻ്റ് എഫ് ഇട്ടിട്ട് ഓരോ വേരിയബിളിൽ ഏതാണ് വാല്യൂ ആ ഒരു ടൈമിൽ, അതുപോലെ തന്നെ ഇഫ് കണ്ടീഷനകത്ത് എന്താണ് വരുന്നതെന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, റിലേറ്റീവ് കോളത്തിലുള്ള വാല്യൂവിനേക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ കെയിലുള്ള വാല്യൂവിനെ അങ്ങോട്ട് മാറ്റും. ഓക്കെ, കെയിലിപ്പോൾ റിലേറ്റീവ് റോ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ആ വാല്യൂ മാറ്റിയിട്ട് റിലേറ്റീവ് കോൾ എന്നാക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിനെ കോപ്പി ചെയ്തിട്ട് അവിടെ വെച്ച് അല്ല വേണ്ട ടൈപ്പ് ചെയ്യാം. റിലേറ്റീവ് കോൾ എന്നാക്കി മാറ്റി. അപ്പോൾ ഇത്രയുള്ള അവിടെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? പ്രിൻ്റ് എഫിൽ കെനെ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, പ്രിൻ്റ് എഫിൽ ഞാൻ എന്ത് ചെയ്തു? ഇഫ് കണ്ടീഷൻ്റെ പുറത്തും അതുപോലെ തന്നെ ഇഫ് കണ്ടീഷൻ്റെ അകത്തും എന്ത് ചെയ്തിട്ടുണ്ട്? കെയിലുള്ള വാല്യൂവിനെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, %d ജസ്റ്റ് ഒരു സ്പേസ് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് ഒരു കോമ ഇട്ടിട്ട്
കെ എന്ന് പറയുന്ന വേരിയബിളിനെ പ്രിൻറ്റ് ചെയ്ത്. ഓക്കെ, വേറെ നമ്മളതിൽ പ്രിൻ്റ് എഫും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ ഓക്കെ, കുറച്ച് സ്ലോ ആയിട്ടുണ്ട് നമ്മുടെ സിസ്റ്റം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റർ ദ ഇൻപുട്ട് നമ്പർ എന്ന് പറയുന്നുണ്ട്. 4 എന്ന് കൊടുക്കുന്നു, കണ്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. 1 എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ടറിലായിട്ട് വന്നിട്ട്, അതുപോലെ തന്നെ അതിനുശേഷം 2, അത് കഴിഞ്ഞ് 3, അതുപോലെ 4 അതിൻ്റെ അകത്തായിട്ട് വരുന്ന രീതിയിൽ കണ്ടോ. ജസ്റ്റ് നമ്മുടെ പാറ്റേൺ നോക്കൂ, ഈ ഒരു രീതിയിലായിട്ട് നമ്മളിപ്പോൾ പ്രിൻറ്റ് ചെയ്തില്ലേ. അപ്പോൾ എന്ത് ചെയ്ത്, ജസ്റ്റ് ആ ഒരു 2 വേരിയബിൾസും തമ്മിൽ അതിലുള്ള വേരിയബിൾസിൽ വാല്യൂ എങ്ങനെ വന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനുശേഷം അതിനെ എന്ത് ചെയ്തു, ഇഫ് കണ്ടീഷനിൽ ജസ്റ്റ് കണ്ടിട്ട് എന്ത് ചെയ്തു, കെ എന്ന് പറയുന്നൊരു വേരിയബിൾ ടെമ്പററി ആയിട്ട് എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, ജസ്റ്റ് ഇഫ് കണ്ടീഷനകത്തും പുറത്തുമായിട്ട് വാല്യൂസിനെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ പ്രിൻ്റ് ആക്കി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഏറ്റവും ഔട്ടറിലായിട്ട് എന്ത് ചെയ്യണം, 4 വന്നിട്ട് അതിന് ശേഷം 3, അത് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞ് 1 എന്നുള്ള രീതിയിൽ പ്രിൻ്റ് ചെയ്യിക്കണം. അപ്പോൾ ഈ കേനെ തന്നെയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുന്നത്. പക്ഷേ കേൻ്റെ വാല്യൂവിനെ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ വീണ്ടും ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്രിൻ്റ് എഫിൻ്റെ തൊട്ട് മുകളിലായിട്ട് എന്ത് ചെയ്യുക, കെ അസൈൻ എന്ത് ചെയ്യാണ്, ഇൻപുട്ട് നമ്പർ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 4 വരേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് നമ്പറിന് അതിൽ നിന്ന് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുന്നുണ്ട്. എന്ത്, കെ -1 ചെയ്താൽ മതി. അതായത് കെൻ്റെ വാല്യൂ ഫസ്റ്റ് എന്താണ് വരുന്നത്, 1. അതുപോലെ തന്നെ അങ്ങനെ, അതായത് ഇതിലിപ്പോൾ റിലേറ്റീവ് റോയിൽ ഏതാ ഉണ്ടാവുക, 4 ആണ് ഉണ്ടാവുക. ഓക്കെ, ആ ഒരു രീതിയിൽ റിലേറ്റീവ് റോയിൽ വരുന്ന റിലേറ്റീവ് കോളിൻ്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ഈ കെ -1 ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് പ്രിൻ്റ് എഫിൽ കെൻ്റെ വാല്യൂ തൊട്ട് മുമ്പ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കൂ. ഓക്കെ, 4 കണ്ടോ, 4, 3, 2, 1 എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ കണ്ടോ, നമ്മുടെ ലാസ്റ്റ് വരുന്ന പാറ്റേൺ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ആ ഒരു കോഡ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻപുട്ട് നമ്പർ വേണമെങ്കിൽ 4 മാറ്റിയിട്ട് നമുക്ക് കൂട്ടി കൊടുക്കാം, 5 ഒക്കെ കൊടുക്കാം. ജസ്റ്റ് 5 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ കണ്ടോ, 5 ഔട്ടറിലായിട്ട് വരുന്നു. വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് കഴിഞ്ഞ് 6 കൊടുക്കാം. എത്ര വലിയ പാറ്റേൺസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെയിം കൺസെപ്റ്റിൽ തന്നെ പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇഫ് കണ്ടീഷൻ നമ്മളിവിടെ കൊടുത്ത കാരണമാണ്. ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ 4 എൻ്റർ ചെയ്യുന്നു. ഓക്കെ, കണ്ടോ, നമ്മൾ എങ്ങനെയാണ് ഈ 4, 3, 2, 1 എന്ന് പറയുന്ന മുകളിൽ കൊടുത്തിട്ടില്ലേ, അതായത് റിലേറ്റീവ് റോ ആണ് ഇവിടെ എന്തായിട്ടുള്ളത്, പ്രിൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ മാറ്റിയിട്ട് റിലേറ്റീവ് റോ എന്ന് മാറ്റിയിട്ട് ഞാൻ ഈ റിലേറ്റീവ് കോളത്തിലുള്ള വാല്യൂവിനെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിരിച്ചും പ്രിൻ്റ് ആവും. ഓക്കെ ഓക്കെ, ജസ്റ്റ് നോക്കൂ, എൻ്റർ ദ ഔട്ട്പുട്ട്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, 4 കൊടുക്കുക. കണ്ടോ, 4, 3, 2, 1 കണ്ടോ, നമ്മൾ നേരത്തെ പ്രിൻ്റ് ചെയ്ത സെയിം സാധനം തന്നെയാണ് ഇവിടെ എന്താകുന്നത്, പ്രിൻ്റ് ആകുന്നത് മിററായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നേരെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രിൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതിന് കാരണം എന്താണ്, ഈ ഒരു കെൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന കാരണമാണ്. ഓക്കെ, ഈ ലൈനും കൂടി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയതുപോലെ കിട്ടും. ഓക്കെ ഓക്കെ, 4 കണ്ടോ, 1, 2, 3, 4, അത് കഴിഞ്ഞാൽ 3, 2, 1. അതിനെ നേരെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷനും കൊടുത്താൽ മതി. ഓക്കെ, അതിന് എൻ്റർ ദ ഇൻപുട്ട് 4 കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യങ്ങളൊക്കെ. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതുകൂടി എന്താ ജസ്റ്റ് കമൻറ്റ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, റൺ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ 4 എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് വേറെ ഏതാണ് നമ്മൾ ജസ്റ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും. ഓക്കെ, ഇപ്പോൾ കോൾ എന്താണ് കൊടുത്തിട്ടുള്ളത് അത് റോ ആയിട്ട് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ, 4, 3, 2, 1 ആ ഒരു രീതിയിൽ മൈനസ്. ഇതാണ് നമ്മുടെ എക്സാക്റ്റ് കോഡ്. ഈ ഒരു കോഡ് നമ്മൾ ഒരു ബ്രദർ ചോദിച്ചായിരുന്നു നമ്മുടെ കമൻറ്റ്, അതായത് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചായിരുന്നു ഇത് എങ്ങനെയാണ് കൺസെപ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് രീതിയിൽ എന്ത് ചെയ്യാം, ഈ ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ എന്ത് ചെയ്തിട്ട് മാക്സിമം 2 ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് മനസ്സിലാവാത്തവർ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓരോ പ്രിൻ്റ് എഫും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല എങ്ങനെയാണ് ഓരോന്നിലുള്ള വാല്യൂ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവും. ഫസ്റ്റ് ടൈം കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, എങ്കിലും ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്യും, 2-3 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യും ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ,
അപ്പോൾ അതിലുള്ള വാല്യൂസും വെച്ചിട്ട് എങ്ങനെയാണ് അത് ലോജിക്ക് വരായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.